എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മാരസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹിറ്റാച്ചി ഇൻവെർട്ടർ സ്പ്ലിറ്റ് എ സിയുടെ ബോർഡാണ് നോക്കുന്നത്. ഇത് ഇൻഡോർ യൂണിറ്റിൻ്റെ ബോർഡാണ്. ഇത് നോ പവർ ഇഷ്യൂ ആയിട്ടാണ് ഇതും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിൽ ഫിസിക്കലായിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ഫ്യൂസ് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതായത് ഇൻറ്റേർണൽ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്യൂസ് പോവുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. എന്ത് കമ്പോണൻ്റാണ് ഇതിൽ പോയിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് അതിന് ശേഷം ഈ ഫ്യൂസ് മാറ്റിയിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോർട്ടിങ് ഉണ്ടെങ്കിലാണ് ഈ ഫ്യൂസ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടാണ് ഫ്യൂസിൻ്റെ വരുന്നത്. ഇത് നമ്മുടെ ലൈൻ ഇവിടെ വന്നിട്ട് ഇത് റിലേ വഴി നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് പോകും. ഇത് മെയിൻ പവർ നേരെ ഇവിടെ വന്ന് ഈ റിലേ വഴി ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് പോകും. പിന്നെ വരുന്നത് ഫ്യൂസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ നമ്മുടെ പവർ സപ്ലൈ സെക്ഷനും ഇൻഡോർ ബ്ലോ മോട്ടറിനും കൂടെ ആയിട്ടാണ് ഈ ഒരു ഫ്യൂസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡോർ മോട്ടോർ കംപ്ലൈൻ്റ് ആയാലും നമ്മുടെ ഈ പവർ സപ്ലൈയുടെ സ്വിച്ചിങ് ഐ സി കംപ്ലൈൻ്റ് ആയാലും ഈ ഡയോഡ് കംപ്ലൈൻ്റ് ആവാം. പിന്നെ വരുന്നത് ഇതിനകത്ത് MOV ഉണ്ട്, ഒരു 3 MOV ഉണ്ട്. ഈ 3 MOV കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും ഇതണക്ക് ഷോർട്ട് സർക്യൂട്ട് ഈ ഫ്യൂസ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൽ പോയെന്ന് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ട്. ഈ വാക്സ് കോട്ടിംഗ് ഉള്ള സമയത്ത് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഷോർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലക്സ് കളയണം. അപ്പോൾ ഈ ഡയോഡും ഇതും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പോയിന്റിൽ നമുക്ക് ഫ്രഷ് സോൾഡർ ചെയ്താൽ മതിയാവും. പിന്നെ വരുന്നത് ഇതിനകത്ത് എത്തുന്നതിന് മുന്നേ MOV ഒക്കെ ഉണ്ട്. MOV ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെക്ടിഫയർ ഡയോഡിൻ്റെ സെൻറ്ററിലത്തെ 2 പിന്ന് അപ്പോൾ ഈ സോൾഡർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ 2 പിന്നും ഈ പിന്നും കൂടെ ഫ്രഷ് സോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ വാക്സ് കോട്ടിംഗ് എന്ന് മാറി കിട്ടും. അതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ സോൾഡർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിടാം. ബീപ്പ് മോഡിലിട്ടിട്ട് ഇപ്പോൾ ബീപ്പ് കേൾക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്ററിൽ ബീപ്പ് കേൾക്കുന്നില്ല. ഈ കപ്പാസിറ്ററിൽ ബീപ്പ് കേൾക്കുന്നില്ല. അതായത് ഈ റെക്ടിഫയർ സെക്ഷന് ശേഷം ഷോർട്ടിങ് ഒന്നുമില്ല. അതിന് മുന്നേ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഉള്ളതിലും ഷോർട്ടിങ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഷോർട്ടിങ് വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്യൂസ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ MOV ഉണ്ട്. അപ്പോൾ ഈ 2 MOV എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂസിന് മുന്നേ ആയിട്ടാണ് ഇരിക്കുന്നത്. ഫ്യൂസിന് മുന്നേ ഈ 2 MOV ഇരിക്കുന്നുണ്ട്. ഈ 2 MOV നമുക്ക് ഈ ഫ്യൂസ് പോകാൻ കാരണമാകത്തില്ല. പിന്നെ വരുന്നത് ഈ കവർ ചെയ്തിരിക്കുന്ന MOV ആണ്. ഈ MOV ചെക്ക് ചെയ്ത് നോക്കാം. ഈ MOV ചെക്ക് ചെയ്യാൻ ഏതാണ് MOVയുടെ കണക്ഷൻ? ഇതാണ് MOVയുടെ കണക്ഷൻ. അവിടെ നമുക്കൊന്ന് ഫ്രഷ് സോൾഡർ ചെയ്ത് നോക്കാം. ഇതിലും ഷോർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല.
ഇനി വരുന്നത് നമ്മുടെ ഫാനാണ്. ഫാനിൻ്റെ കണക്ഷനിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഫ്യൂസ് ഊരുക. ഇവിടെ നിന്ന് ഫ്യൂസ് ഊരിയിട്ട് ഇവിടെ എത്ര 3.15 ആംപിയറാണ്. ഞാനിവിടെ 3 ആംപിയറിൻ്റെ ഫ്യൂസ് ഇടുകയാണ്. ഓക്കെ, 3 ആംപിയറിൻ്റെ ഫ്യൂസ്, നല്ല പുതിയ ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്യണം. സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് സീരിയൽ ഇട്ടിട്ടാണ് സപ്ലൈ കൊടുക്കുന്നത്, ഡയറക്റ്റ് അല്ല. ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ആ ഫ്യൂസും പോവും, വേറെ കമ്പോണൻറ്റ് ഡാമേജ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സീരിയലിൽ കൊടുക്കുക. സീരിയൽ കൊടുക്കുന്നതിന് പവർ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇതാണ് ലൈന് കൊടുത്ത് ഇതിൻ്റെ ന്യൂട്രൽ എന്ന് പറയുന്നത് ഈ ഒരു വയർ, ബ്ലാക്ക് വയറാണ് ന്യൂട്രൽ. ബ്ലാക്ക് വയറാണ് ന്യൂട്രൽ. അപ്പോൾ ന്യൂട്രൽ വയറും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫേസ് ലൈനും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ സീരിയൽ പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. സീരിയൽ പ്ലഗ് ചെയ്തപ്പോഴത്തേക്കും പവർ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഡിസ്പ്ലേയിലും LED കത്തിയിട്ടുണ്ട്, പവർ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ആ സീരിയൽ ബൾബ് നല്ല രീതിയിൽ കത്തി നിൽക്കുന്നു. അപ്പോൾ അത് കത്തി നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു ഫ്യൂസ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്യൂസ് അപ്പം പോകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും കത്തി നിൽക്കുന്നതുകൊണ്ടിട്ടാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ നമ്മുടെ ഫാനിൻ്റെ കണക്ഷൻ അങ്ങ് ഊരിയിടുക. ഫാനിൻ്റെ കണക്ഷൻ അങ്ങ് ഊരിയിട്ടു. കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ ഊരണ്ട, കാര്യം കപ്പാസിറ്ററുമായിട്ട് പിന്നെ ഈ ഒരു കണക്ടർ ഊരി കഴിഞ്ഞാൽ പിന്നെ വേറെ ബന്ധമൊന്നും ഉണ്ടാകത്തില്ല. അത് ഈ ഒരു കപ്പാസിറ്ററിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ 2 വയർ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഒന്നും കൂടെ നമ്മൾ കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുത്തപ്പോഴും പിന്നെയും ആ ലൈറ്റ് എരിയുന്നുണ്ട്. ഷോർട്ടും കാണിക്കുന്നില്ല, ഷോർട്ടൊന്നും കാണിക്കുന്നതുമില്ല. ഈ ബൾബ് നമ്മൾ സീരിയൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് ലോഡ് എടുത്ത് കത്തി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതിനകത്ത് എന്തോ ഓഫ് ഷോർട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് MOVനെ സംശയിക്കാം. ഈ MOV, അപ്പോൾ MOVൽ തൊട്ട് നോക്കുക. ഈ MOV നല്ല ചൂടായിട്ടുണ്ട്. അതായത് ഈ MOV ഓഫ് ഷോർട്ടാണ്. ഈ MOV പോയാതിരിക്കുകയാണ്. നല്ല ചൂടായിരിക്കുകയാണ് ഈ MOV, നല്ല ചൂടായി. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനകത്തുനിന്ന് ഈ സർക്യൂട്ടിൽ നിന്ന് ഈ MOV ഇളക്കിയിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് MOV ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടായി പഴുത്തിരിക്കുകയാണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ ആ MOV ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ കണക്ഷൻ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ സീരിയൽ കൊടുത്തിരിക്കുന്ന ആ ലൈറ്റ് ഇപ്പോഴും ഓഫാണ്. അപ്പോൾ ഈ MOV ഓഫ് ഷോർട്ടിൽ കിടക്കുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഷോർട്ടിങ് കാണിക്കാത്തത്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഇനി ഇത് ഞാൻ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും, ഞാൻ ഡയറക്റ്റ് കൊടുക്കുകയാണ്. ഡയറക്റ്റ് എടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാലും യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അത് ഓണാകും. ഈ MOV ഓഫ് ഷോർട്ടാണ്. അതായത് നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്താൽ പോലും ഇതിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും കാണിക്കത്തില്ല. ഷോർട്ടിങ് ഒന്നും ഉണ്ടെങ്കിലും പോലും കാണിക്കത്തില്ല ഓഫ് ഷോർട്ട് കഴിഞ്ഞാൽ. ഈ ഒരു MOV മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ പ്രശ്നത്തിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് റണ്ണിങ് ആവുന്ന ഒരു ബോർഡ് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.